ഡോക്യുമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ വിചാരിക്കുന്നത് CV പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ജോലി കിട്ടും, പെട്ടെന്നൊരു വിസ കിട്ടും എന്നൊക്കെയാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. യൂറോപ്പിലെ ജനറൽ വർക്കറായി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വിസ നൽകുന്നത് ഏജൻസിയോ എംപ്ലോയറോ റിക്രൂട്ടറോ ഒന്നുമല്ല. ഐ റിപ്പീറ്റ്, കൺവിൻസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സ്ട്രോങ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു എവിടെ വർക്ക് ചെയ്തു, ഉദാഹരണം നിങ്ങളൊരു വെൽഡറാണ്, നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കൊരു സ്ട്രോങ് റെഫറൻസ് ലെറ്റർ നൽകാൻ സാധിക്കണം. അതേപോലെ നിങ്ങളുടെ സാലറി സ്ലിപ്പ്. നമസ്കാരം, യൂറോപ്യൻ തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂറോപ്പിലേക്ക് സ്കിൽ അൺസ്കിൽ ട്രേഡ് വർക്കേഴ്സായി വരാൻ ആഗ്രഹിക്കുന്നവരുടെ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ്. ഡോക്യുമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ വിചാരിക്കുന്നത് CV പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ജോലി കിട്ടും, പെട്ടെന്നൊരു വിസ കിട്ടും എന്നൊക്കെയാണ്. പക്ഷേ അത് നിലവിലെ ഇമിഗ്രേഷൻ നയമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. നിങ്ങൾക്ക് മതിയായ രേഖകളില്ലാതെ ഒരു യൂറോപ്യൻ രാജ്യവും വിസകൾ നൽകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിൽ അവരുടെ ഇമിഗ്രേഷൻ നടപടികളൊക്കെ വളരെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു മലയാളിയാണ്, ഒരു ഇന്ത്യക്കാരനാണ്, നിങ്ങളുടെ ഒരു പാസ്പോർട്ട് മാത്രം മതി, ഇവിടെ വിസ കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പ്രോസസ്സിൽ ഇറങ്ങിത്തിരിക്കരുത്. സ്ട്രോങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. യൂറോപ്പിലെ ജനറൽ വർക്കറായി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വിസ നൽകുന്നത് ഏജൻസിയോ എംപ്ലോയറോ റിക്രൂട്ടറോ ഒന്നുമല്ല, കോൺസുലേറ്റ് ആണ്. കോൺസുലേറ്റിലൊരു വിസ ഓഫീസർ ഉണ്ടാവും. ഈ വിസ ഓഫീസറാണ് നിങ്ങൾക്ക് ഈ പറയുന്ന വിസ നൽകണോ വേണ്ടായോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിസ നൽകണമെന്ന് ഓഫീസർക്ക് കൺവിൻസ് ആവണമെങ്കിൽ, ഐ റിപ്പീറ്റ്, കൺവിൻസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സ്ട്രോങ് അല്ലെങ്കിൽ, സ്ട്രോങ് അല്ലാത്ത പക്ഷം ആ ഓഫീസർക്ക് നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് അവരുടെ ജോലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ എക്സ്പീരിയൻസ് വളരെ സ്ട്രോങ് ആയിരിക്കണം. എക്സ്പീരിയൻസ് ലെറ്റർ കൂടാതെ അതിനെ സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് റെഫറൻസ് ലെറ്റർ വെക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു എവിടെ വർക്ക് ചെയ്തു, ഉദാഹരണം നിങ്ങളൊരു വെൽഡറാണ്, നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കൊരു സ്ട്രോങ് റെഫറൻസ് ലെറ്റർ നൽകാൻ സാധിക്കണം. അതേപോലെ നിങ്ങളുടെ സാലറി സ്ലിപ്പ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കണം. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വളരെ സ്ട്രോങ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള ചാൻസസ്, അത് ഷെങ്കൻ ആയിക്കോട്ടെ നോൺ ഷെങ്കൻ ആയിക്കോട്ടെ, വിസ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻസ് ഡിപ്ലോമ അതായത് മേഖലയിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾ ഏത് തൊഴിലാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത്, അതേ മേഖലയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഉള്ളതും നിങ്ങളുടെ വിസ സക്സസ് ആക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തിരിച്ചു വരുമെന്ന് ആ രാജ്യത്തിനൊരു ഉറപ്പ് നൽകാൻ വേണ്ടി നിങ്ങളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ആ വിസ ഓഫീസറെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നൽകാൻ സാധിക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ വിസ കിട്ടാൻ സക്സസ് വളരെ അധികമാണ്. അപ്പോൾ ഇത്രയധികം വളരെ ശ്രദ്ധിച്ചു മാത്രം നിങ്ങൾ വിസ പ്രോസസ്സിന് വേണ്ടി ഒരുങ്ങുക. അപ്പോൾ നിങ്ങൾക്കൊരു എംപ്ലോയർ ഒരു ഓപ്പർച്യൂണിറ്റി നൽകി, ഒരു റിക്രൂട്ടർ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഇതുകൊണ്ടൊന്നും നിങ്ങൾ യൂറോപ്പിൽ എത്തിയിട്ടില്ല. നിങ്ങൾ യൂറോപ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ഒരു തമാശയുണ്ടായി. നമ്മളൊരു ഒരു കൺസൾട്ടൻസ് വഴി തന്നെ എല്ലാം റെഡിയായി എന്ന് പറഞ്ഞ് ഗൾഫിലുള്ള ജോലിയും കളഞ്ഞ് നാട്ടിൽ വന്ന് ഞങ്ങൾ ഓൾറെഡി അഡ്വൈസ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഒരാൾ റിക്രൂട്ടർ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജോലി ആയിട്ടില്ല, നിങ്ങൾക്ക് വിസ ആയിട്ടില്ല, വിസ സെക്കൻഡ് സ്റ്റേജ് അല്ലെ തേർഡ് സ്റ്റേജിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നിലവിലായിരിക്കുന്ന ജോലിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം നിങ്ങൾ യൂറോപ്പിലെ ഒരു പ്രോസസ്സ് ആരംഭിക്കാൻ. യൂറോപ്പ് ഇന്ത്യക്കാരെ എല്ലാം ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടി ക്ഷണിക്കുന്ന രാജ്യങ്ങളല്ല. ഞാൻ ഈ പറയുന്ന ഷെങ്കൻ നോൺ ഷെങ്കൻ രാജ്യങ്ങളിൽ വിസ റിജക്ഷൻ റേഷ്യോയും വളരെ കൂടുതലാണ്. പല സാഹചര്യത്തിലാണ് വിസ റിജക്ഷൻ ആവുന്നത്, ഡിലേ ഉണ്ടാവാറുണ്ട്, വർക്ക് പെർമിറ്റുകൾ റിജക്റ്റ് ചെയ്യാറുണ്ട്, വർക്ക് പെർമിറ്റിന് കാലതാമസം ഒത്തിരിയധികം എടുക്കുന്നുണ്ട് നിലവിൽ. അപ്പോൾ ഇത് എല്ലാ റിക്രൂട്ടേഴ്സും എല്ലാ കൺസൾട്ടൻസും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിസ ലഭിക്കുന്നത്, വിസ സക്സസ് ആവുന്നതിന് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ പാർട്ട് നന്നേ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഈ പറയുന്ന പ്രോസസ്സിൻ്റെ
ഓരോ സ്റ്റേജിലും നിങ്ങൾ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് അതിനെ വളരെ സീരിയസ് ആയിട്ട് മാത്രം കാണുക. അപ്പോൾ യൂറോപ്പിലേക്കുള്ള നിങ്ങളുടെ ഈ അടുത്ത പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോസസ്സിലേക്ക് എത്തി ഡോക്യുമെൻറ്റേഷൻ സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ സക്സസ് ഉണ്ടാവട്ടെ. അപ്പം ആംഷലിലൂടെ ധാരാളം ഓപ്പർച്യൂണിറ്റിയാണ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം ഞങ്ങൾ ഒരുക്കുന്നത്. ഈ മാസം ഞങ്ങൾ വഴി പ്രോസസ്സ് ചെയ്യുന്ന 25 പേർക്ക് സൗജന്യമായി പ്രോസസ്സ് നൽകുന്നതിന് ആംഷൽ ആലോചിക്കുകയാണ്. അപ്പോൾ അതിനൊരു എക്സ്റ്റേണൽ ബോഡി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അവരായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. നിലവിൽ ഏതൊക്കെ ട്രേഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് വേക്കൻസികളാണ് ഉള്ളതെന്ന് ഞങ്ങളെ കൗൺസിലിംഗ് ടീമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക. യൂറോപ്പിലേക്ക് ഈ ഒരു യൂറോപ്യൻ തൊഴിൽ ജാലകം എന്ന പ്രോഗ്രാമിലൂടെ കണ്ട് ഞങ്ങൾക്ക് പ്രോസസ്സ് ആരംഭിക്കാൻ എത്തുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം.